5:38 എത്തിയാ എന്നെ പിടിച്ചേ. ഹായ് കലമാൻ. എടാ അതൊന്ന് തിരിഞ്ഞാ തീർന്ന്. വേഗം നാളെ കല്യാണം കഴിക്കുന്ന ചെറുക്കനെ കൊണ്ട് പോകുന്ന വണ്ടിയാണ്. ഇപ്പം നമ്മൾ നിജീന്റെ വീട്ടില് നിജീന്റെ ഫസ്റ്റ് നൈറ്റിന്റെ ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ വ്ളോഗ്. എൻ്റെ രണ്ടാമത്തെ വ്ളോഗാന്ന് തോന്നുന്നു ഇതുവരെ റിലീസാവാത്ത. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇതൊക്കെ റിലീസാവുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് നമ്മുടെ കൂടെയുള്ള കുറേ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, നിജയിൻ്റെയും ചിപ്പിൻ്റെയും കല്യാണമാണ്. വയനാടാണ് അവർ താമസിക്കുന്നത്. അവരുടെ വീട് വയനാടാണ്. അപ്പോൾ വയനാട് വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ നമ്മളിവിടുന്ന് കാറിനകത്ത് വയനാട്ടിലേക്ക് പോവുക, ഒരു റോഡ് ട്രിപ്പ് പോലെ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ കിരണും അലീനയും വരുന്നുണ്ട്. അവരിപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം അടുത്തുള്ള ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അവരങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് പോയി ഇനി അവരെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വയനാടുക്ക്. ബന്ദിപ്പൂര് വഴിയാണ് നോർമലി പോകുന്നത്. ഇപ്രാവശ്യം ബന്ദിപ്പൂര് വഴിയല്ലെന്ന് തോന്നുന്നു അല്ലേ? നാഗർഹോളെ ഏതൊരു ഹോളിലെ ടൈഗർ റിസർവ് വഴി നമ്മള് വയനാടൊക്കെ എത്തും. അപ്പൊ അവരിവിടെ നിൽപ്പണം. നോക്കട്ടെ, ഇതേ കിരണും അലീനയും നടന്നു വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അലീനയും കിരണും ജോയിൻ ചെയ്തിരിക്കുകയാണ്. വെൽക്കം. നാഗർഹോൾ ടൈഗർ റിസർവ് വഴിയാണ് പോകുന്നത്, ബന്ദിപ്പൂര് വഴിയല്ല. അപ്പൊ നമുക്ക് മാനിനെ ആനേനെ ഒന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു ഒച്ചയെ നടന്നു പോകുന്ന ഞാൻ കണ്ടു. ആരെങ്കിലും വിശ്വസിക്കോ? സത്യമായിട്ട് ഞാൻ കണ്ടു ഒരു ഒറ്റയാൻ ഇങ്ങനെ അകത്തോട്ട് നടന്നു പോകുന്നത്. ആരും വിശ്വസിക്കത്തില്ല. അതാണെങ്കിൽ ഒറ്റയ്ക്കായതുകൊണ്ട് അത് ഒറ്റയാനായിട്ട് ഞാനിങ്ങനെ കണക്ക് കൂട്ടിയത്. ആണാണോ പെണ്ണാണെന്ന് എനിക്കറിയില്ല. ഒറ്റയ്ക്ക് അകത്തോട്ട് പോകുന്നത് കണ്ട്. ഗൈസ്, അപ്പം നമുക്ക് ഇനി എന്തെങ്കിലും കാണാം. നമുക്ക് ഫുഡ് കഴിക്കണം. രാവിലത്തെ ഫുഡ് നമ്മൾ കഴിച്ചു ഓൾറെഡി. ഉച്ചക്കലത്തെ ഫുഡിന് കഴിക്കണം. അതിന് മിക്കവാറും മൈസൂർ എത്തിയിട്ട് എന്തെങ്കിലും കഴിപ്പ് നടക്കത്തോളം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ട്രാഫിക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. അയ്യോ, മിണ്ടാതെ വ്ളോഗ് എടുക്കുന്ന ഒരുത്ത എന്റെ ഞാൻ നോക്കിയപ്പോ ആ ക്യാമറ എന്റെ ചെവിയിലിരിക്കുന്നു. നമ്മളിപ്പോ നൈസ് റോഡിൽ കയറിയിരിക്കുകയാണ്. ഫൈനലി നമ്മൾ നൈസ് റോഡിൽ എത്തി. അപ്പൊ നമ്മൾ ഇനി നേരെ നമ്മൾ മൈസൂർ ഹൈവേയിലോട്ട് കയറുക. നമുക്ക് വേറെ വഴിയില്ലല്ലോ. ഇവിടെ നമുക്ക് ഇങ്ങോട്ടും തിരിയാനൊന്നും പറയത്തില്ല. കാടാണ്, പുലി പിടിച്ചോണ്ട് പോകും. ബാനർഘട്ട നാഷണൽ പാർക്കിന്റെ സൈഡാണ് ഇതെല്ലാം. അപ്പം മറ്റേ ബാംഗ്ലൂർ പുലി ഇറങ്ങുന്നത് കേൾക്കത്തില്ല. ആ സ്ഥലത്തോടാണ് നമ്മളിപ്പോ പോകുന്നത്. ഭയങ്കര ട്രാഫിക്. ഇത് കാടാണ് ആക്ച്വലി, ഫുൾ ട്രാഫിക്കാണ്. ഇത് നാഗർഹോളെ ഫോറസ്റ്റ് ആണ്, ചെക്ക് പോസ്റ്റിന്റെ അവിടെ. മാപ്പിലൊക്കെ പ്രാന്തായ കട്ട് റെഡാണ് ഈ റോഡ് കാണിക്കുന്നത്. ഈച്ച പോലും ഇതൊഴി പോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു സംശയം. ഇതാണ് ചെക്ക് പോസ്റ്റ്. എന്നെ ഇപ്പൊ അവിടെ പിടിക്കും. കറക്റ്റ് 6 മണിക്ക് ചെക്ക് പോസ്റ്റ് അടിക്കും. നമ്മൾ 5:38 എത്തിയാ എന്നെ പിടിച്ച നാനാച്ചി ചെക്ക് പോസ്റ്റ്. അവിടെ ആ ചെക്ക് പോസ്റ്റിൽ എനിക്കൊന്ന് എൻട്രി പാസ് ഉണ്ടെന്ന് തോന്നുന്നു. അത് വാങ്ങിച്ചിട്ട് ഇനി നമ്മൾ നേരെ നാഗർഹോളെ ടൈഗർ റിസർവ്. ഇവിടെ എന്താ പറഞ്ഞേ? നമ്മുടെ സമയം അവര് എഴുതി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് വരെ 32 കിലോമീറ്റർ ഉണ്ട്. 32 കിലോമീറ്റർ ഞാൻ ആഡ് ചെയ്ത് 2 30. അത് 1 മണിക്കൂറിനുള്ളിൽ നമ്മളത് എത്തിയില്ലെങ്കിൽ നമ്മൾ 1000 രൂപ ഫൈൻ അടക്കണം. 1000 രൂപ പുലിയൊന്നും പിടിച്ചോണ്ട് പോകത്തില്ലല്ലോ, അന്നേരം കുഴപ്പമില്ല. നമ്മളെവിടെ നിർത്തുന്നില്ല അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ നിർത്തുന്നില്ല എന്നുള്ളതിനുള്ള തെളിവാണ് അവർ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഓടി എത്തണോന്ന് പറയുന്നത്. പുലിക്ക് മൂടുണ്ടെങ്കിൽ പിടിക്കും, ഇല്ലെങ്കിൽ പുലി തിരിച്ചു പോകും. അടിപൊളി സൺസെറ്റിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റിലൂടെ ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു എത്ര കിലോമീറ്റർ ആയിടോ? ഒരു 10-15 കിലോമീറ്റർ വന്ന് 2 മൈനെ ദൈവം നമ്മൾ കാണിച്ചു തന്നു. വേറൊരു സാധനത്തെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് അവിടെ 2 പിള്ളേർ നിക്കറില്ലാതെ നിൽക്കുന്നു. ഞാനാണെങ്കിൽ മറ്റേ ബന്ദിപ്പൂരൊക്കെ പോലെ ആയിരിക്കും ഇപ്പൊ മാൻ വരും. അയ്യോ, ഞാനിപ്പോ മാൻ വരുമെന്ന് പറഞ്ഞപ്പോ തന്നെ മാൻ. ഓ മാൻ, യു ആർ എ മാൻ, യു നോ ബ്രോ. അയ്യോ, ഞാൻ മാൻ വരും എന്ന് പറഞ്ഞപ്പോ മാൻ വന്നു. എന്ന് ഒരു ആന വരുമെന്ന് പറയട്ടെ. നിർത്തിക്കോളൂ, നമുക്ക് ഫൈൻ വരും. കണ്ട പോയിക്കോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആനയാണ്. എല്ലാരും പ്രിപ്പയർ ആയിട്ടിരിക്കണേ ആനേനെ കാണാൻ. വല്ല പാമ്പും ഒക്കെ കിടന്നിരുന്നു.
പൈതലുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പൈതലല്ല പൈസ. ഇനി നമ്മളുടെ എക്സ്പെക്ടേഷൻ ഹൈ ആയി. മാനെ കണ്ടു. ഇനിയാണ് ആക്ച്വൽ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഹായ് കലമാൻ, ഹായ് കലമാൻ, ഹായ് കലമാൻ, ഹായ് കലമാൻ. തിന്നാൻ വല്ലതും വേണോ? ഹായ്. ആന 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 റോഡിന്റെ സൈഡില്. റോഡില് റോഡ് നിക്കുന്നു. ഈ വണ്ടിക്കാരൊന്നും പോകുന്നില്ലടാ. നമ്മള് റിസ്ക് എടുക്കുന്നേ. നമ്മള് റിസ്ക് എടുക്കുവോ? അതൊന്ന് തിരിഞ്ഞാ നമ്മള് തീർന്ന്. എടോ അതൊന്ന് തിരിഞ്ഞാ തീർന്ന്. അത് തിരിഞ്ഞ് അയാള് പറഞ്ഞ് കേറി പോവാനൊന്ന്. അപ്പൊ അയാൾക്ക് പോണ്ടേ? എടാ മോനെ നീ പോളാ. കാറുകാരൻ റിസ്ക് എടുത്തങ്ങ് പോവാണ്. നമ്മളും അതിന്റെ പുറകില് പോണോ വേണ്ട? ഇവിടെ വേണ്ടോ? അത് തിരിഞ്ഞ് അയാൾ റിവേഴ്സ് എടുക്കുക. ഞാൻ ഇത് കണ്ടില്ല. എടാ നമുക്കേ സേഫ് ആയിട്ടൊന്ന് ബാക്കിലോട്ട് പോയാലോ? നീ ഇരുട്ടി ഇതിനൊക്കെ എങ്ങനെ കാണും നമ്മള്? ഇവിടെ ഒരു ആനയുണ്ട്. ആ കാറിന്റെ ബാക്കിൽ ഒരു ആന, ഫ്രണ്ടിലും ഒരു ആനയുണ്ട്. ഇതിപ്പോ ആർക്കും പോയി ആന കേറി വേഗം പോ. താങ്ക് യു. നമ്മളങ്ങനെ കേരള ബോർഡർ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ്. കഴിഞ്ഞു. തോൽപ്പെട്ടി ഈ ഒരു പട്ടി. ചായ കുടിക്കാൻ വന്ന 2 യുവാക്കൾ അവിടെ നിന്ന് ചായ കുടിക്കുന്നു. ചെക്ക് പോസ്റ്റിന്റെ തൊട്ട് ഫ്രണ്ടില്. ഹായ്, ഞങ്ങള് കല്യാണ ചെറുക്കാൻ വന്നേ. ഹായ് നിജി വിജയൻ. എന്താണ് കല്യാണമായിട്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ പറയുന്നത്? കല്യാണമായിട്ട് മാനസികാവസ്ഥ അല്ലേ? രാവിലെ തൊട്ട് എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഓടുന്നു. അങ്ങനെയാ? 2 ഗ്ലാസ് മോരുവെള്ളം കുടിച്ചു, ജ്യൂസ് കുടിച്ചു. ഭയങ്കര നൈസ് ആയിരുന്നു. ആരും കല്യാണം കഴിക്കണ്ട. നമ്മൾ താമസിക്കുന്ന റൂമാണിത്. എടാ ബാഗ് ഒക്കെ എടുക്കണ്ടേ? ഞങ്ങള് ഇവിടെ എത്തി. റൂമില് കേറി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് ഇനി നിജയ് വിജയൻ ഞങ്ങളെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മള് ചിപ്പി അറിയാണ്ട് ചിപ്പിയുടെ വീട് വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. ചെറുക്കനെ എന്നാ പിന്നെ പെണ്ണിന്റെ വീട്ടിൽ നാളെ കയറാൻ പറ്റാത്തതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് ഒരു ദിവസം കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുകയാണ്. എക്സൈറ്റഡ്. പക്ഷെ നാളെ വൈകിട്ട് പോണ്ടേ? നമ്മള് പോകത്തില്ല, വീട്ടുകാർ മാത്രമേ പോകുള്ളൂ. ഞങ്ങള് പോണ്ടേ? നാളെ നമ്മള് ചിപ്പിന്റെ വീട്ടിൽ പോകും. നിജയ്ക്ക് വരാൻ പറ്റുന്നില്ല. ഫ്രണ്ട്സും ഫാമിലിയൊക്കെയാണ് പോകുന്നത് നാളെ. എന്നിട്ട് ഞങ്ങള് ചിപ്പിയുടെ പരിപാടി കഴിഞ്ഞിട്ട് നിജയിന്റെ വക ഇവർക്ക് എന്തോ വയനാടിന്റെ സ്പെഷ്യൽ തെറിപ്പാട്ടം കാണുന്നുണ്ടോ? അല്ല, നാളെ ആക്ച്വലി ചിപ്പിന്റെ വീട്ടില് നാളെ കൂർഗിന്റെ ഡാൻസ് ഉണ്ട്. കൂർഗന്മാരുടെ ഡാൻസ് നാളെ വൈകിട്ട് നമ്മൾ ചെല്ലുമ്പോ കൊടകന്മാരുടെ ഡാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് അതെന്തായാലും കാണണം. പോയി ഫുഡ് കഴിച്ചിട്ട് കാണാം. ചിപ്പിയുടെ വീട്ടിലോട്ട് പോകുമ്പോ ഞാൻ ഇനി ബാക്കി എടുക്കാവേ. വ്ളോഗിന്റെ ഒരു മിനിറ്റ് അങ്ങോട്ട് ടാറ്റ കൊടുക്കേ. എന്നെ നാളെ കാണത്തില്ലല്ലോ. നാളെ രാവിലെ കാണും. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കോപ്പർ കിച്ചണിൽ വന്നതാ. ഇവിടെ ബത്തേരി പോകുന്ന വഴിക്കുള്ള. അപ്പൊ നമ്മൾ ഉച്ചക്കലത്തെ കഴിക്കുന്ന ഞാൻ കാണിച്ചില്ലല്ലോ. മനഃപൂർവ്വം കാണിക്കാതെ തന്നെയാ. ഹലോ ഗായ്സ്, ഇന്നലെ രാത്രിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നിജേൻ്റെ കൂടെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. ക്ഷീണം ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഇത്രയും ദൂരം ഓട്ടിച്ചില്ലേ. അപ്പം ഇപ്പം ആട് ക്ഷീണം, കാലൊക്കെ ഇങ്ങ് വേദനയായിരുന്നു. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് മാരേജ് ആണ്. രാവിലെ 9:30 ഹൽദി വെച്ചവനാണ് അവൻ. നമ്മൾ നിജയ് ആയതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇതപ്പം അവിടെ ചെന്നിട്ടാണ് കേട്ടോ. ചിപ്പിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കുട്ടിക്ക് എന്താണ് ചിപ്പിന്റെ മാരേജിനെ പറ്റി പറയാനുള്ളത്? ഇതാണ് ചിപ്പിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. സുന്ദരി എന്നാണോ പേര്? അനന്തുവിന്റെ
നിനക്കെന്താ പറയാനുള്ളേ? ഹൽദി പരിപാടിക്ക് വന്നിട്ട് തമിഴിൽ 2 വാക്ക്. നമ്മുടെ പെണ്ണ്. അയ്യോ ഇതിന്റെ കൂടെ കറക്റ്റ് ഞാനെന്താ പൊട്ടനെ ഒറ്റയ്ക്ക് എടോ ടീം മൊത്തം ഒറ്റയ്ക്കാണോ നീ പോയി പൊട്ട്. ഇഷ്ടപ്പെട്ട കലാസ്നേഹികളെ നിങ്ങൾ ഇത്രയും പേര് ഇത്രയും കഴിഞ്ഞ നീലപ്പോയില്ലോ ਤੂੰ ਹੋ ਗਈ 1 2 2 ਉਹ ਕੁੜੀਏ 1 2 2 ਉਹ ਹੋ ਗਈ ਮੁੰਡੇ ਦੀ ਪਤੰਗਾਂ ਵਰਗੀ ਤੂੰ ਐਵੇਂ ਉੱਡਦੀ ਉਹ ਹੋ ਗਈ ਮੁੰਡੇ ਦੀ ഗോവിന്ദ ഗോവിന്ദ പറ ഗോവിന്ദ അങ്ങാടി പാട്ടിന്റെ ढोंगी सा ये बड़ा ढीठ है वायरल हो गया ये ट्वीट पर फूल वूल करने में कूल तू बड़ी तेज कटारी है शगन तेरी की लगन तेरी की हमने कर दी तैयारी है नच देने सारे रल मिल के आज हिल डुल के ले सारे के सारे नजारे नच देने सारे रल मिल के आज हिल डुल के ले सारे के सारे नजारे खसमानों का नहीं അടിപൊളിയാണ് ഞങ്ങൾ ഹാപ്പിയാണ് താങ്ക് യു അത് മതി, ഞങ്ങൾക്ക് അത് മതി. അവര് ഹാപ്പി ആയിരുന്നു. ഹൽദി ഒക്കെ കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഹൽദിക്ക് വന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളി ഒരു സ്ഥലമാണ്. കഫേൻ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് വയനാട്. ഏതാടാ ഈ പ്രോപ്പർ സ്ഥലം? ഏതാ? മാനന്തവാടി കൊയിലേരിയിലാണ്. ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി ഒരു വൈബ് കഫേ. ഇതുപോലത്തെ കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഈ കഫേൻ്റെ ഓടി നിമിഷം സ്വിച്ച് ഇട്ട പോലെ എല്ലാം കഴിഞ്ഞ്. ഞങ്ങൾ ഓൾറെഡി തുടങ്ങി. ഇന്ന് 150 പേര് ഓർഡർ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വയനാട് അല്ലെങ്കിൽ ബാംഗ്ലൂർ, കേരളത്തിൽ എവിടെ വേണമെങ്കിലും പരിപാടി നടത്തണമെന്നുണ്ടെങ്കിൽ വിജയ് വിജയൻ കാറ്ററിംഗ് ഇവന്റ് എല്ലാം പരിപാടി നമ്മള് ഹൽദിയൊക്കെ കഴിഞ്ഞ് വന്നു. ഭയങ്കര ടയേർഡായിപ്പോയി. അതിൻ്റെ കൂടെ എൻ്റെ കണ്ണിനകത്താണെങ്കിൽ ഒരു കുരു വന്നു. അപ്പോൾ അതിന് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി കുറേ സ്ഥലത്ത് നടന്നു. ഭയങ്കര ടയേർഡായിപ്പോയി. പക്ഷെ നമ്മൾ വന്നതുണ്ടല്ലോ ഒരു കിടിലൻ പ്രോപ്പർട്ടിയിലാണ്. ആക്ച്വലി ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ. ഞാൻ പിക്ക് കണ്ടു, പക്ഷെ പിക്ക് കണ്ടപ്പോൾ ഞാൻ ഇത്രയും പ്രകൃതി രമണീയത വിചാരിച്ചില്ല. പക്ഷെ ഇതുണ്ടോ, ഇതിന് ഉള്ളു ഭയങ്കര രസം. ഉള്ളും പുറമേ എല്ലാം രസമാണ്. നല്ല കാടിൻ്റെ വൈബ്. കാടിൻ്റെ അത്രയും ഡീപ്പ് കാടൊന്നും അല്ല, എന്നാലും അത്യാവശ്യം ചെറിയൊരു ഫോറസ്റ്റ് വൈബ് ഉണ്ട്. ഇതാണ് നമ്മളിന്ന് താമസിക്കുന്ന സ്ഥലം. ക്ലൗഡ്സ് 9 എന്നാണ്, ക്ലൗഡ്സ് 12 ഇന്നെന്നാണ് ഇതിൻ്റെ പേര്. അത്യാവശ്യം നല്ല സ്ഥലമാണ്. കുറച്ചു നേരം മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ കിളീൻ്റെ സൗണ്ടും പിന്നെ അവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്, അതിൻ്റെ സൗണ്ടും മാത്രമേ കാണത്തുള്ളൂ. അതിൻ്റെ കൂടെ ഞാൻ റൂം കാണിച്ചു തരാം. രക്ഷയില്ലാത്ത റൂമാണ്. ഹൈ സീലിങ്ങിൽ ഇത് കണ്ടോ. എന്നിട്ട് മേളിലൊരു സ്ഥലം, അടിപൊളി ഒരു സ്ഥലം. ഇത് കണക്ട് ചെയ്യുന്ന റൂമാണ്. ഇതൊരു റൂം, ഇവിടെ വാഷ്റൂം, ഇത് രണ്ടാമത്തെ റൂം, അതിൻ്റെ വാഷ്റൂം. ഇത് ആക്ച്വലി നല്ല സ്ഥലമാണ്. ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഒരു ക്യാമ്പ് ഫയറും ആ ഒരു ചെറിയ കാടിൻ്റെ ഇതും. ഇത് മാത്രമല്ല, ഇവർക്ക് താഴെയും കൂടെ ഉണ്ട് റൂം. നമ്മളിതെടുത്തത് ഇതായിരിക്കും നമ്മളിന്ന് താമസിക്കുന്നത്. ആക്ച്വലി നല്ല രസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ വയനാട് ഫീൽ തരുന്ന സ്ഥലം. നല്ല രസമുണ്ട്. തുറന്നിറങ്ങുമ്പോൾ ഇതൊരു ചെറിയൊരു കോടയൊക്കെ വരുന്നുണ്ട്. ഇത് കോട ആക്ച്വലി കയറിക്കൊണ്ടിരിക്കുകയാണ്. കോട കയറുന്നുണ്ട്, വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ചെറിയൊരു ഇവിടെ ക്ലൗഡ്സ് 12 എന്ന് എഴുതിയേക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു സ്ഥലത്തിൻ്റെ. നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെയാണ്, ഇതും ഇവിടെയാണ്. അപ്പം നമ്മൾ ഇപ്പം ഒരു 4-5 ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ താഴത്തെ പ്രോപ്പർട്ടിയും മേളത്തെ പ്രോപ്പർട്ടിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ സെറ്റാണ്. കൊരങ്ങൻ, എൻ്റെ ഒരു നിലവിളി സൗണ്ടല്ലേ നിങ്ങളിപ്പോൾ കേട്ട്? കൊരങ്ങനാണ് കേട്ട് പേടിച്ചോടി. ഇല്ല കൊള്ളൻ ഇതാ അവിടെ ഇരിപ്പുണ്ട്. ദേ കണ്ട. അപ്പോൾ ഇതാണ് സ്ഥലം. അത്യാവശ്യം നല്ല വൈബുള്ള ഒരു സ്ഥലമാണ്. അത്യാവശ്യമല്ല, നല്ല വൈബുണ്ട്. ഹായ് ഗായ്സ്,
നമ്മൾ ഇപ്പോൾ ഇനിയിപ്പം റിസപ്ഷന് പോവാൻ പോവാണ്. അല്ല, റിസപ്ഷൻ അല്ല, ഒരു പുടവ കൊടുക്കൽ ചടങ്ങുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോവാണ്. ഇതാണ് എൻ്റെ OTTTVW ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പം നമുക്കപ്പം പുടവ കൊടുക്കൽ ചടങ്ങ് ചെറിയ പരിപാടിയാണല്ല. അപ്പോൾ നമുക്കതൊന്ന് പോയി കഴിഞ്ഞിട്ട് രാത്രി വന്നിറങ്ങണം. കെട്ടിയവരാരെയും പറഞ്ഞു കൊടുക്കണോ? അല്ല, ഈ കെട്ട് വേറെ കെട്ടാ. ഇതല്ലേ കെട്ടിട്ട് ഞാനിപ്പോ കെട്ടിയ 3 വട്ടം കെട്ടണം. 3 വട്ടം മാറ്. നിങ്ങൾ ആരെയും വേണ്ട. ഞാൻ പശുവിനെ അല്ലേ കിട്ടുന്ന നായിക. നേരെ നിൽക്ക്. അതൊരു 3.5-4 വർഷം നാളെ കല്യാണം കഴിക്കുന്ന ചെറുക്കനെ കൊണ്ട് പോകുന്ന വണ്ടിയാണ്. ഗൈസ്, നമ്മള് ഒരുങ്ങി ഇറങ്ങുകയാണ്. ഷിപ്പിയുടെ എൻട്രിയാണ്. നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ്. അപ്പുറത്ത് ബിരിയാണി ഉണ്ട്. ബിരിയാണി കഴിക്കാൻ ഒരു കൂട്ടം ആളുകൾ പോയി. ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ സദ്യ കഴിക്കാൻ വേണ്ടിട്ട്. ഗൈസ്, കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനി ആരും കല്യാണം കഴിക്കാൻ തൊണ്ട് മുട്ടയുണ്ട്. അതിന്റെ പേര് എന്റെ ഇറങ്ങാത്ത വ്ളോഗിനെ കളിയാക്കുന്ന നാറികൾ. ഈ പ്രാവശ്യം വ്ളോഗ് ഞാൻ ഇടും. വേറെ ഒരു ഭ്രാന്തെടുത്ത കുറെ എണ്ണം വയ്യ. എല്ലാം കഴിഞ്ഞില്ല. നമ്മള് കല്യാണം മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇനി ഒരു റിസപ്ഷൻ ഉണ്ട്. ആ റിസപ്ഷന് പോവാൻ ഒരുങ്ങി നിൽക്കുന്ന ഇതാരേത്? നമുക്ക് റിസപ്ഷൻ കാണാൻ ഞാൻ ഇറങ്ങാത്ത വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ. ഞങ്ങള് ഫസ്റ്റ് നൈറ്റ് ആയിട്ട് ഞങ്ങള് ഫസ്റ്റ് നൈറ്റ് ഒക്കെ പണ്ട് കഴിഞ്ഞു. ഇതല്ല, നിജീന്റെയും ചിപ്പിന്റെയും കല്യാണം കഴിഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ കല്യാണം കഴിഞ്ഞു, റിസപ്ഷൻ കഴിഞ്ഞു, എല്ലാം പൊളിയായിരുന്നു. ഇപ്പം നമ്മൾ നിജീന്റെ വീട്ടില് നിജീന്റെ ഫസ്റ്റ് നൈറ്റിന്റെ ഫസ്റ്റ് നൈറ്റ് കാണാൻ ഞങ്ങൾ പോണേണ്. അല്ല അവളെ ഇത് അവരുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള പുതിയ പിള്ളേരല്ലേ. അപ്പം അവരെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ആക്ച്വലി നല്ല സ്ഥലമാണ്. അപ്പൊ അവിടെ കൊണ്ടുപോയി അവരുടെ ഫസ്റ്റ് നൈറ്റ് നമ്മൾ അവിടെ ആഘോഷിക്കും. അല്ല, അവരാഘോഷിക്കും, നമ്മള് കൂടെ പുറത്തൊക്കെ ഫസ്റ്റ് നൈറ്റ് ആണ്. അവരെ നമ്മൾ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നത്. പക്ഷെ അവരുടെ വീട്ടുകാർ വിടും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മള് വണ്ടി ഇപ്പുറത്ത് മാറ്റിയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ വ്ളോഗ് എന്റെ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ കാണും. ഇത് നാട്ടിൽ ഞാൻ മാത്രമേ കാണത്തുള്ളൂ. എന്നാലും
വീട്ടിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അവരിപ്പോ നിങ്ങളോട് വന്നൊരു കള്ളം പറയും, അതങ്ങ് വിശ്വസിക്കുക. അങ്ങനെയാണ് സംഭവം. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു റിസോർട്ട് എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ആക്ച്വലി ഇന്ന്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അത് എടുത്തത് തന്നെ, ഒരു Airbnb. അപ്പം ഗൈസ് അത്രേ ഉള്ളൂ. വെഡിങ് വ്ലോഗ് ഇവിടെ കഴിഞ്ഞു. നാളെ രാവിലെ നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക്. ഇതിനിടയ്ക്ക് ഒരു തേങ്ങ എടുത്തിട്ടില്ലെന്ന് എനിക്കറിയാം. ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇങ്ങോട്ട് വന്നത് എടുത്തിട്ടാണ്. എന്റെ വ്ലോഗ് കഴിഞ്ഞു. ഓക്കെ, ഇൻട്രോയും ഔട്ട്രോയും കറക്റ്റ് ആണ്, നീറ്റ്. അങ്ങനെ നമ്മുടെ നിജയുടെ കല്യാണം കഴിഞ്ഞു. ഗബ്രുവിന്റെ ബർത്ത്ഡേ കഴിഞ്ഞു. നിജയുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു. എല്ലാം ഈ വീട്ടിലായിരുന്നു. കല്യാണം കഴിച്ച് ഇത് നമ്മുടെ അങ്ങനത്തെ വയനാട് ട്രിപ്പ് പ്ലസ് കല്യാണം എല്ലാം കഴിഞ്ഞു.